എന്തായാലും കാലവർഷം എത്തി എന്നുള്ളതാണ് ഒഫീഷ്യൽ സ്ഥിരീകരണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ ഇന്ന് രാത്രി നാളെയുള്ള ദിവസങ്ങളിൽ കേരളം പ്രതീക്ഷിക്കേണ്ടത് എന്താണ് എന്നാണ് മുന്നറിയിപ്പ്? പ്രതീഷ്. ഹാഷ്മി, പതിവിലും നേരത്തെയാണ് കാലവർഷം കേരളത്തിൽ എത്തിയത്. മൺസൂൺ എത്തിയതോടുകൂടി തന്നെ കരുതിയിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റന്നാൾ 11 ജില്ലകളിലും റെഡ് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഈ ഘട്ടത്തിൽ പൊതുജനങ്ങൾ പാലിക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഞാനിപ്പോൾ ഉള്ളത് IMD-യിലാണ്. IMD ഡയറക്ടർ നീത കെ ഗോപാൽ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. മാഡം, ഈ 8 ദിവസത്തിന് മുന്നേ മൺസൂൺ കേരളത്തിൽ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടത്? മൺസൂൺ ഓൺസെറ്റ് ഇപ്രാവശ്യം വളരെ വിഗ്രസാണ്. വിഗ്രസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയോടും നല്ല ശക്തിയുള്ള കാറ്റോടും കൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഈ മഴ, അതിശക്തമായ മഴ കേരളത്തിൽ തുടരും, വ്യാപകമായിട്ടുണ്ടാകും. അതിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ശക്തി കൂടിയ മഴയായിരിക്കും. അതുപോലെ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും ഇന്നു മുതലുണ്ട്. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്, മറ്റന്നാൾ 11 ജില്ലകൾ റെഡ് അലർട്ട് ഉണ്ട്. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ തന്നെ ആളുകൾ എത്രത്തോളം ജാഗ്രത പാലിക്കും? ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ മഴയാകുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇമ്പാക്റ്റ് അത് ഉണ്ടാവും. അതുകൂടാതെ അതിൻ്റെ കൂടാതെയാണ് നമുക്ക് ഈ തീവ്ര മഴയും വരുന്നത്. ഇപ്പോൾ 26-ാം തീയതിയാണ് ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് ഉണ്ടെങ്കിലും 26-ാം തീയതി മറ്റന്നാളാണ് ഏറ്റവും കൂടുതൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷവും മഴ കുറയുമെങ്കിലും മഴ അങ്ങ് തീർത്ത് വിട്ടുമാറില്ല. അതിന് കാരണമായിട്ട് പറയാവുന്നത് 27-ാം തീയതി ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ കേരളത്തിൽ പൊതുവെ മഴ കൂടാറുണ്ട്. ഈ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിൻ്റെ ശക്തി അതിനോടനുബന്ധിച്ച് കൂടാറുണ്ട്. ഇപ്പോഴും തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. മറ്റ് വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നമുക്ക് വളരെ ശക്തിയായിട്ടുള്ള ഒരു മൺസൂൺ പ്രവാഹമാണ് ഇപ്രാവശ്യമുള്ളത്. ചില സ്ഥലങ്ങളിൽ, അതായത് ഒരു മാസത്തിൽ പെയ്യേണ്ട മഴ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വയനാട്ടിലും പിണറായിലും ഒക്കെ തന്നെ വലിയ അളവിലാണ് മഴ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. ഇതൊക്കെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ആശങ്ക ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഒബ്സർവേഷനിൽ നിന്ന് അങ്ങനെയാണ് കാണുന്നത്. അത് കാരണം എന്ന് പറയുന്നതിൽ പല പ്രാവശ്യം സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു റിസൾട്ടാണിത്. കാരണം അന്തരീക്ഷ വായു ചൂടാകും തോറും അന്തരീക്ഷത്തെ വായുവിൽ തങ്ങി നിൽക്കാവുന്ന നീരാവിയുടെ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ അത് തണുക്കുമ്പോൾ കൂടുതൽ മഴവെള്ളം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അതിശക്തമായ മഴ ഈ ചുരുങ്ങിയ സമയത്ത് പെയ്യുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു ഔട്ട്കം എന്ന് വേണം നമുക്ക് പിന്നെ കാണാനായിട്ട്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ കാലവർഷം എത്തുകയും തെക്കൻ കേരളത്തിൽ ആദ്യം ശക്തി പ്രാപിച്ച അല്ലെങ്കിൽ പിന്നീട് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഒരുപോലെ മഴയാണ്. അതെ, അത് ഒരു കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. ശക്തിയും പിന്നെ അതിൻ്റെ വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്ര വരെ പോകുന്നു എന്നുള്ള അതും ഈ മൺസൂണിൻ്റെ മഴയെ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പോൾ അത് ഏകദേശം ഒരു 6 കിലോമീറ്റർ വരെ നമുക്ക് ഈ പടിഞ്ഞാറൻ കാറ്റ് കാണാൻ പറ്റും. സാധാരണ വർഷങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ 6 കിലോമീറ്റർ ഹൈറ്റിലേക്ക് നല്ല വേഗതയിലാണ്. അത് 70 മുതൽ 80 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെയാണ് കാറ്റിൻ്റെ ശക്തി ഉയർന്ന തലങ്ങളിലുള്ളത്. അപ്പോൾ അത് നമ്മുടെ മഴയെ വളരെ അധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു സ്ഥിതി ഇനി വരുന്ന 2-3 ദിവസത്തേക്കും തുടരുകയും ചെയ്യും. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഏറ്റവും പേടി ഉണ്ടാക്കുന്ന മുൻ അനുഭവങ്ങളാണ്, അതായത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ തന്നെ. അപ്പം ഈ വലിയ മഴ ഇനി ഉണ്ടാകുന്നു, റെഡ് അലർട്ട് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കരുതൽ എങ്ങനെയാണ് വേണ്ടത്? അപ്പോൾ നമ്മൾക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേനൽ മഴയും കൂടുതൽ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സോയിൽ മോയ്സ്ചറൊക്കെ സാച്ചുറേറ്റഡ് സ്റ്റേജിലാണ്. അതായത് മണ്ണിലേക്ക് ഊർന്നിറങ്ങേണ്ട വെള്ളത്തിൻ്റെ അംശമൊക്കെ അതെല്ലാം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി പെയ്യുന്ന മഴയെന്ന് പറയുന്നത് നമുക്ക് മഴവെള്ളമായിട്ട് ഒഴുകി പോവുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരുവികളിലും തോടുകളിലും നദികളിലുമൊക്കെ ഡാമുകളിൽ ആ പ്രശ്നമില്ല. കാരണം ഡാമുകളൊക്കെ മിക്കവാറും തന്നെയൊക്കെ എംപ്റ്റി ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ മൺസൂൺ നമുക്ക് അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ നദികളിലും ചെറിയ ജലാശയങ്ങളിലും ഒക്കെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനുള്ളൊരു സാഹചര്യം ഇതുകൊണ്ടുണ്ടാവാം. കാലവർഷം എത്തിയതോടുകൂടി ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, വെതർ അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക, അതിനനുസരിച്ചിട്ട് പെരുമാറുക. പ്രത്യേകിച്ചും ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഒഴുക്കുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇറങ്ങരുത് എന്ന് പറയുമ്പം
അത് നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുക, രാത്രി യാത്ര മലയോര പ്രദേശങ്ങളിലേക്ക് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മളുടെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും സമൂഹത്തിൻ്റെ പാർട്ടാണല്ലോ നമ്മൾ. അതുകൊണ്ട് കൂടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. ഹാഷ്മി, മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് അതിതീവ്ര മഴയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുള്ള ഒരു ജാഗ്രതാ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയും കഴിഞ്ഞിട്ടുണ്ട്. ഹാഷ്മി.